ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് റവ കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി റവ കോക്കനട്ട് സ്വിസ് റോളാണ്. വെറും വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ ഈസി ആയിട്ടും അതുപോലെ പിള്ളേർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കുമാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം നമുക്ക് സ്റ്റഫിങ് റെഡിയാക്കി എടുക്കാം. സ്റ്റഫിങ്ങിനായി നമുക്ക് ആദ്യം ശർക്കരപ്പാനിയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് ശർക്കരയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര നോക്കി തന്നെ എടുക്കണം. എന്നാലേ കറക്റ്റ് ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങും റവ മിക്സും സെപ്പറേറ്റ് ആയി എടുത്തു നിൽക്കൂ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കാം. ഇനി വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ യൂസ് ചെയ്യാം. ഏത് തന്നെ ആയാലും ഈ ഒരു നെയ്യിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. റവയുടെ കളറൊക്കെ ചേഞ്ച് ആകണമെന്നില്ല. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തേങ്ങയുടെ കളറൊന്നും ചേഞ്ച് ആകേണ്ട ആവശ്യമില്ല. നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി തന്നെ എടുക്കണമെന്നില്ല. അതിന് പകരം 1/2 കപ്പ് ശർക്കരപ്പൊടിയും 1/4 കപ്പ് വെള്ളവും ഒഴിച്ചൊന്ന് നന്നായി ഒന്ന് ഉരുക്കിയെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി റവ മിക്സ് തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു പാനിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായി തിള വരുന്ന സമയത്ത് 1 കപ്പ് വറുത്തതോ വറുക്കാത്ത റവയോ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെയായി ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാലേ കട്ട പിടിക്കാണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളുടെ റവ ഇപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ റവ ഒരു കൂട്ടുപരുവത്തിൽ കിട്ടാൻ തുടങ്ങും. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിലൊക്കെ ആകുന്നത് വരെ ഇതൊന്ന് ഇളക്കി എടുക്കുക. ഇപ്പം നമ്മളുടെ റവ ചപ്പാത്തി പരുവത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കുറച്ച് മാവ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബോർഡിലോ അല്ലെങ്കിൽ മാറ്റിലോ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ മാവ് പരത്തുമ്പോൾ ഒത്തിരി കട്ടിയിലും പരത്തരുത്, അതുപോലെ തന്നെ ഒത്തിരി നൈസായിട്ടും പരത്തരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഫില്ലിങ്സ് ഒക്കെ നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ നമ്മളുടെ മാവ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ മാവ് സ്റ്റിക്കി കൺസിസ്റ്റൻസി അല്ല. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ മാവ് വിട്ടു പോന്നു കഴിഞ്ഞാൽ കൈകൊണ്ടൊന്ന് നന്നായി പ്രസ് ചെയ്തതിന് ശേഷം മാവ് റോൾ ചെയ്യാൻ തുടങ്ങുക.
അങ്ങനെ ഇപ്പോൾ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് രണ്ടായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് നമ്മളുടെ സ്വിസ് റോള് പോലെ തന്നെ കേട്ടോ ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അതിനായി ഒരു സ്റ്റീമറോ ഇഡ്ഡലി ചട്ടിയോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഓരോന്നായി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 20 to 25 മിനിറ്റ് നന്നായി ഒന്ന് ആവി കയറ്റി എടുക്കുക. അങ്ങനെ ഇപ്പോൾ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ റവ കോക്കനട്ട് സ്വിസ് റോള് നല്ല അടിപൊളിയായി പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്, അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. കിഡ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.